Hi everyone, how's doing? How goes your days? I hope you're doing your lessons well. You're preparing for your exam. So now I'm with you, the second unit in phonetics and applied phonetics. The second unit title is speech sounds. We have already discussed speech sound, um, how many speech sounds are there, and which are consonant sounds, which are vowel sound, and which are diphthongs, its simples, then place of articulation, manner of articulation, then appear symbols, voiced sound, voiceless sounds. All these things we discussed in detail in the last class. So I have given you notes on everything. നിങ്ങളുടെ പ്രിൻറ്റഡ് നോട്ട്സിൽ വോയിസ്ഡ് വോയിസ്ലെസ് അതുപോലെ തന്നെ ആൽവിയോളാർ പോസ്റ്റ് ആൽവിയോളാർ പാലറ്റൽ ബൈലേബിൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തന്നിട്ട് മാത്രമേ ഉള്ളൂ. അത് ഏതൊക്കെ പാർട്ടാണ് ഓരോ സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊന്നും പ്രിൻറ്റഡ് നോട്ട്സിൽ ഇറ്റ്സ് നോട്ട് ഗിവൺ. സോ അപ്പം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിലെല്ലാം ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വായിക്കുക. ഓരോ ടേമും എന്താണ്, നമ്മൾ 3 ടേം ലേബൽ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോ ടേമും ആൽവിയോളാർ എന്താണ്, പാലറ്റൽ എന്താണ്, ബൈലേബിയൽ എന്താണ്, ഫ്രിക്കേറ്റീവ്സ് വാട്ട് ഈസ് ഗ്ലോട്ടൽ, ഇങ്ങനെ ഓരോ ടേമും ഓരോ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷന് വെച്ചിട്ടാണത് ഡിസൈഡ് ചെയ്യുന്നത്. ഓരോ ടേമും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നാലും നമുക്ക് ബാക്കി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴും ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലും ഈ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള ടേംസൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ വോവൽ സൗണ്ടിൻ്റെ 3 ടേം ലേബലും അതുപോലെ കൺസണൻറ്റ് സൗണ്ടിൻ്റെ 3 ടേം ലേബലും ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. മോണോഫ്തോങ്സ് എന്താണ്, ഡിഫ്തോങ്സ് എന്താണ്, വോവൽ സൗണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ്, ഫ്രണ്ട് വോവൽ, ബാക്ക് വോവൽ, ഇതെല്ലാം ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് 2.3 phonemic and allophonic variations. ഇതെല്ലാം I know that all these words are new to you, phonemic and allophonic variations. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇതൊക്കെ ന്യൂ ടേംസ് തന്നെയായിരുന്നു. പിന്നീട് നമ്മളത് പഠിച്ചു വരുമ്പോൾ അത് പിന്നീട് ഫെമിലിയർ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വാട്ട് ഈസ് ദിസ് ഫോണീം, വാട്ട് ഈസ് അലോഫോൺസ് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ പ്രിൻറ്റഡ് നോട്ട്സ് തന്നെയാണ്. അപ്പം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രിൻറ്റഡ് മെറ്റീരിയൽസ് നിങ്ങൾ കയ്യിൽ വെക്കുക. Phonemic and allophonic variations. Okay, the phoneme. What is a phoneme? The phoneme. Every language has a limited number of distinctive sound units called phonemes. Okay, distinctive sound unit. In every language there is a distinctive sound, smallest unit of a sound, smallest unit of a sound. ഒരു സൗണ്ടിൻ്റെ നോട്ട് എ ലെറ്റർ, അവർക്ക് നമ്മളിവിടെ സ്പീച്ച് സൗണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, നോട്ട് ദ ലെറ്റർ. ഒരു സൗണ്ടിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ യൂണിറ്റിനെയാണ് ഫൊണീംസ് എന്നവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് കനോട്ട് ബി സബ് ഡിവൈഡഡ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് വീണ്ടും ആ സൗണ്ടിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് സ്മോളസ്റ്റ് യൂണിറ്റ്. ദാറ്റ് സൗണ്ട് യൂണിറ്റ് കനോട്ട് ബി സബ് ഡിവൈഡഡ്. ദെൻ എന്തുകൊണ്ടാണ് ഡിസ്റ്റിങ്റ്റീവ് എന്ന് ഉദ്ദേശിച്ചത്? ഡിസ്റ്റിങ്റ്റീവ് എന്ന് അവിടെ ഉദ്ദേശിച്ചത് ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ചേഞ്ച് ദ മീനിങ്. ഡിസ്റ്റിങ്റ്റീവ് ഹാസ് ദ കപ്പാസിറ്റി ടു ചേഞ്ച് ദ മീനിങ്. അതാണ് ഇവിടെ ഡിസ്റ്റിങ്റ്റീവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഈ സൗണ്ടിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ടു ചേഞ്ച് ദ മീനിങ്. ഒരു വേർഡിൻ്റെ മീനിങ് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഫൊണീമിനുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് phoneme. Okay, minimum distinctive sound unit in a language is called phoneme. It is called smallest unit because it cannot be subdivided and it has the capacity to change the meaning.
ഒരു വേർഡിലെ മീനിങ് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഡിസ്റ്റിങ്റ്റീവ് എന്നുള്ളത്. ഓക്കെ, അപ്പം ദേ ആർ ഡിസ്റ്റിങ്റ്റീവ് ഇൻ ദ സെൻസ് ദാറ്റ് they are the smallest units in the sound system of a language which can be used to differentiate meaning. Okay, ഒരു മീനിങ്ങിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഈ സൗണ്ട് യൂണിറ്റ്, സ്മോളസ്റ്റ് യൂണിറ്റ് യൂസ് ചെയ്യാൻ പറ്റും. The phonemes of a language can be found by collecting minimal pairs. Minimal pairs, അത് ഓർക്കണം. Minimal pairs എന്താണെന്ന്. Minimal pairs. A pairs of words, not if alla, pairs of words which differ only in one sound segment, which differ only in one sound segment. അതാണ് മിനിമൽ പെയേഴ്സ് എന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ ഈ ഫൊണീം എന്ന് പറയുന്നത് 44 സ്പീച്ച് സൗണ്ടും ഫൊണീമാണ്. 44 സ്പീച്ച് സൗണ്ട് എന്താണ്? ഫൊണീമാണ്. ഓരോ സൗണ്ടും ഓരോ ഫൊണീമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വി ഹാവ് 24 കൺസണൻറ്റ് ഫൊണീം ആൻഡ് 20 വവൽ ഫൊണീം. 20 വവൽ ഫൊണീം എന്ന് പറയുമ്പോൾ 12 മോണോഫ്തോങ്സും 8 ഡിഫ്തോങ്സും വരുന്നുണ്ട്. ഈ 44 സൗണ്ടും ഫൊണീമാണ്. കീപ്പ് ഇൻ മൈൻഡ്, നോട്ട് ദ ലെറ്റേഴ്സ്. ഫൊണീം ഇസ് ദ സൗണ്ട്. ഓക്കെ, 44 സ്പീച്ച് സൗണ്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോണീംസ് എപ്പോഴും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ലാഷസിൻ്റെ ഉള്ളിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ 2 സ്ലാൻറ്റ് ലൈനിൻ്റെ ഉള്ളിലാണ് നമ്മളിത് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ പ് സൗണ്ട്, ബ്, ക്ക്, ഇതൊക്കെ നമ്മൾ ഓരോ സ്ലാൻറ്റ് ലൈനിൻ്റെ ഉള്ളിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഫൊണീം എന്നുള്ളത്, ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ്സ് എ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സ്പെസിഫിക് വേർഡ്. Okay, phoneme is a mental representation of a specific word. അങ്ങനെ വെച്ചാൽ അത് ഒരു ലെറ്റർ കേൾക്കും അല്ലെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുന്ന ചില ഇമേജസ് ഉണ്ട്. നമുക്കിതുവരെ നമുക്ക് ആ ലെറ്റർ കണ്ടിട്ടില്ല, എങ്ങനെയാണ് ആ സൗണ്ട് നമുക്ക് കണ്ടിട്ടില്ല. അപ്പോൾ വെൻ വി ഹിയർ എ സൗണ്ട്, സം ഇമേജസ് ആർ സ്റ്റോർഡ് ഇൻ അവർ ബ്രെയിൻ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിനെ ഹൗ ദിസ് ഇമേജ് സൗണ്ട് സ്റ്റോർഡ് ഇൻ അവർ ബ്രെയിൻ. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഫൊണീംസ് ആർ കോൾഡ് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സൗണ്ട് എന്ന് പറയാറുണ്ട്. നമ്മളെ മൈൻഡിൽ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു രൂപമാണോ അതിന് വരുന്നത്, നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവുന്നത്, ആ ഒരു ഇമേജ്, അതിനെ നമ്മൾ ഫൊണീം എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സൗണ്ട് കോൾഡ് ഫൊണീം. നമുക്ക് പ് എന്ന് പറയുമ്പോൾ ആ ഒരു പ് എന്നുള്ള ലെറ്റർ എങ്ങനെയായിരിക്കാം, അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക്, ബ്രെയിനിലേക്ക് സ്റ്റോർ ആവുന്ന ചിത്രങ്ങളാണ് ഫൊണീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞു മിനിമൽ പെയേഴ്സ് എന്നുള്ളത്. മിനിമൽ പെയേഴ്സ് ഇവിടെ പറഞ്ഞതുപോലെ ഇറ്റ്സ് പെയർ ഓഫ് വേർഡ്സ് വിച്ച് ഡിഫർ ഓൺലി ഇൻ വൺ സൗണ്ട് സെഗ്മെൻറ്റ്. അതായത് ഒരു ജോഡി സൗണ്ടാണ് വിച്ച് ഡിഫർ ഓൺലി ഇൻ വൺ സൗണ്ട് സെഗ്മെൻറ്റ്. ഇനി ഇവിടെ ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് പറയാം. പെറ്റ്, the first initial sound and then the last sound are pet, then bet, det, get, jet. Pet, bet, det, get, jet, wet, set, met, net, let. ഇതിലൊക്കെ നമുക്ക് കണ്ട ഒരു സിമിലാരിറ്റി എന്താണ്? ഇറ്റ്സ് മിഡിൽ സൗണ്ട് ആൻഡ് ഇറ്റ്സ് എൻഡ് സൗണ്ട് ആർ സെയിം, ഇ ടി. ബട്ട് വാട്ട് അബൌട്ട് ദ ഇനീഷ്യൽ സൗണ്ട്? ഫസ്റ്റ് സൗണ്ട് പ്, ബ്, ഡ്, ഗ, ജ, വ്, സ്, മ, ന്, ല്. Okay, first sound are different, but the second sound and third sound, last sound are same. പക്ഷേ ഓരോ സൗണ്ടിൽ, ഇപ്പോൾ പെറ്റ് എന്ന് പറയുമ്പോഴും ബെറ്റ്, ഇതിൽ പ് ഒരു ഫൊണീമാണ്, എന്നുള്ളതൊരു ഫൊണീമാണ്, ട് എന്നുള്ളതും വേറൊരു ഫൊണീമാണ്.
പക്ഷെ ഈ പ് എന്നുള്ള ഫോണീമും ബ് എന്നുള്ള ഫോണീമും മാറിയപ്പോൾ ആ വേർഡിൻ്റെ മീനിങ് തന്നെ മാറിപ്പോയി. പെറ്റ് എന്ന് പറയുന്നതും രണ്ടും രണ്ട് വേർഡാണ്. അതുകൊണ്ടാണ് മിനിമം ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ് എന്ന് പറഞ്ഞത്. സോ ആ പ് ബ് ആ രണ്ടിലെ സൗണ്ട് അവിടെ മാറിയപ്പോൾ എന്തും മാറി, ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ് ഇസ് ടോട്ടലി ചേഞ്ച്ഡ്. So that is why phoneme is called minimum distinct. It has the capacity to change the meaning of a word. So the meaning of all these words are entirely different. P, bet, p, b, d, g, j ഇങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ കൊടുത്ത സൗണ്ട്. അപ്പോൾ മിനിമൽ പെയേഴ്സ് എന്ന് പറയുന്നത് അതിൽ ഒരു സൗണ്ട് സെഗ്മെൻറ്റിൽ മാത്രം ഡിഫർ ചെയ്യുന്ന പെയേഴ്സിനെയാണ് പെയേഴ്സ് ഓഫ് വേർഡ്സ് വിച്ച് വൺ സൗണ്ട് സെഗ്മെൻറ്റ് ഈസ് ഡിഫർ. ഇപ്പോൾ പെറ്റ്, ഡെറ്റ്, പെറ്റ്, ബെറ്റ്, ബെറ്റ് എന്ന് പറയുന്ന സമയത്ത് ഈ സൗണ്ട് സെഗ്മെൻറ്റ് മാത്രമാണ് ഇതിൽ ഡിഫർ ചെയ്യുന്നത്. ബാക്കി രണ്ടും സിമിലർ ആണ്. അപ്പം ദ പെയേഴ്സ് ഇൻ വിച്ച് ഓൺലി വൺ സൗണ്ട് സെഗ്മെൻറ്റ് ഈസ് ഡിഫർ, ദ പെയേഴ്സ് ഓൺലി വൺ സൗണ്ട് സെഗ്മെൻറ്റ് ഈസ് ഡിഫർ ഇസ് കോൾഡ് മിനിമൽ പെയേഴ്സ്. അത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഫോണീം എന്ന് പറയുന്നത്. നമ്മൾ സൗണ്ടിനെയാണ് ഫോണീം എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. അതിന് മീനിങ് ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത്രയാണ് ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പം ഈ വാക്കുകളൊക്കെ നമുക്ക് എന്ത് തരാണ്? ഗിവ്സ് എസ് എ ലിസ്റ്റ് ഓഫ് 12 ഇംഗ്ലീഷ് ഫോണീംസ്. പ്, ബ്, ഡ്, ഗ്, ഡ്, സ്, വ്, സ്, മ്, ന്, ല്, യ്, വ്. Okay. Other phonemes can be found by similar substitutions in various positions. Every language has a large number of vowel and consonant sound forming the sound system of that language. These sounds can be grouped into a limited number of distinctive sound units which are called ഈ സൗണ്ട് കൺസണൻറ്റ് സൗണ്ടും അതുപോലെ തന്നെ വവൽ സൗണ്ടും ഫോം ചെയ്യുന്ന കുറേ സൗണ്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഈ സൗണ്ട് സിസ്റ്റത്തിന് ഗ്രൂപ്പ്ഡ് ഇൻ ലിമിറ്റഡ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ്സ് വിച്ച് ആർ കോൾഡ് ഫോണീം ഓഫ് ദാറ്റ് ലാംഗ്വേജ്. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് പറയണം. ഓക്കെ. ഈ ഫോണീം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രയോഗമാണ് ഫോൺസ് എന്ന് പറയുന്നത്. ഫോൺസ് എന്ന് പറയുന്നത് ആക്ച്വൽ റിയലൈസേഷൻ ഓഫ് ദ സൗണ്ടാണ്. മറ്റേ ഫോണീം എന്ന് പറയുമ്പോൾ നമ്മുടെ മെൻ്റലി വരുന്ന ആ ഒരു സൗണ്ടിൻ്റെ ഒരു ഇമേജാണ്. അതിൻ്റെ റിയൽ സൗണ്ടാണ്, ആക്ച്വൽ റിയലൈസേഷൻ. ആ സൗണ്ട് ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക, അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം എന്ന് വരുന്നതാണ് ഇത് ഫോൺസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ഫൊണീംസ് എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു ഇത് പറയുന്നത് ഇവിടെ അല്ലോഫോൺസ് ആണ്. അല്ലോഫോൺസ് എല്ലാം, ഓൾ ദീസ് ആർ ന്യൂ ടേംസ്. അല്ലോഫോൺസ് എന്ന് വെച്ചാൽ പോസിബിൾ മൾട്ടിപ്പിൾ സ്പോക്കൺ സൗണ്ട്സ് യൂസ്ഡ് ടു പ്രൊനൗൺസ് എ സിംഗിൾ ഫൊണീം. അതായത് പോസിബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ സ്പോക്കൺ സൗണ്ടാണ്. പോസിബിൾ മൾട്ടിപ്പിൾ സ്പോക്കൺ സൗണ്ട്സ്. അലോഫോൺസ് എന്ന് വെച്ചാൽ പോസിബിൾ മൾട്ടിപ്പിൾ സ്പോക്കൺ സൗണ്ട്സ് used to pronounce a single phoneme. ഇത് ഒരു സിംഗിൾ ഫോണീം പ്രൊനൗൺസ് ചെയ്യുന്നതിനുള്ള മൾട്ടിപ്പിൾ സ്പോക്കൺ സൗണ്ടാണ്. ഒരു സിംഗിൾ ഫോണീം തന്നെ മൾട്ടിപ്പിൾ സൗണ്ടിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. ആ possible multiple spoken sounds used to pronounce a single phoneme is called allophones. അതാണ് allophones എന്ന് പറയുന്നത്. The variations of a single phoneme അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേരിയഡ് സൗണ്ട്സ് ഓഫ് എ ഫോണീം. ഓരോ ഫോണീമിനും എന്തുണ്ട്? അലോഫോൺസ് ഉണ്ട്. വേരിയേഷൻസ് ഓഫ് ഫോണീം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. വേരിയേഷൻസ് ഓഫ് ഫോണീം. അലോഫോൺസിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാം വേരിയേഷൻസ് ഓഫ്
ഫോണീം, ഒരു ഫോണീമിൻ്റെ സൗണ്ട്സിൽ വരുന്ന വേരിയേഷൻസ്, സൗണ്ട് വേരിയേഷൻസ് ഓഫ് എ sound variations of a sound variations of a phoneme. ഒരു ഫോണീമിൻ്റെ സൗണ്ട് വേരിയേഷൻസിനെയാണ് ഞാൻ പറയുന്നത്, സൗണ്ട് വേരിയേഷൻസ് ഓഫ് എ ഫോണീം. ഓക്കെ, അതായത് ഒരു ഫോണീമിന് തന്നെ ഡിഫറെൻറ്റ് സൗണ്ട് വരുന്നത്. ഡിഫറെൻറ്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉച്ചരിക്കുന്ന രീതിയിൽ വരുന്ന മാറ്റം. ഇൻ ഇംഗ്ലീഷ് ആസ്പിറേറ്റഡ് ആൻഡ് അൺആസ്പിറേറ്റഡ് വോയിസ്ലെസ് പ്ലോസീവ് ഒക്യുർ വരുന്ന അടുത്ത ടേമാണ്. നമ്മൾ ഒരുപാട് ടേംസ് ടെക്സ്റ്റിലുണ്ട്, ബട്ട് ഒന്നിൻ്റെയും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. ആസ്പിറേറ്റഡ് എന്ന് പറയുന്നത് വി ഹാവ് ആസ്പിറേറ്റഡ് വോവൽസ്, അൺആസ്പിറേറ്റഡ് വോവൽസ് ഉണ്ട്, ആസ്പിറേറ്റഡ് കൺസണൻ്റ് ഉണ്ട്, അൺആസ്പിറേറ്റഡ് ഉണ്ട്. അപ്പോൾ ആസ്പിറേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ ബ്രീത്തിനെയാണ് ആസ്പിറേഷൻ എന്ന് പറയാറുള്ളത്. ആസ്പിറേറ്റഡ് സൗണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സൗണ്ട് ബ്രീത്ത് ചെയ്യുമ്പം സൗണ്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഹൈ വോളിയം ഓഫ് പഫ് ഓഫ് എയർ റിലീസ്, ഇതൊരു വേർഡ് നമ്മൾ സൗണ്ട് അട്ടർ ചെയ്യുന്ന സമയത്ത് പുറത്തേക്കൊരു എക്സ്പ്ലോഷൻ, പ്ലോസീവ് ഒരു എക്സ്പ്ലോഷൻ, ഒരു എയർ വളരെ ശക്തിയായിട്ട് പുറത്തേക്ക് തള്ളുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടിനെയാണ് ആസ്പിറേറ്റഡ് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ വോളിയം ഓഫ് പഫ് എയർ റിലീസ്ഡ്, അതാണ് ആസ്പിറേറ്റഡ്. ഹൈ വോളിയം ഓഫ് puff air released during the production of aspirated sound or during the articulation of aspirated sound. High volume of puff air is released out. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്ന സൗണ്ടാണ് ആസ്പിറേറ്റഡ് സൗണ്ട് എന്ന് പറയുന്നത്. അതേസമയം അൺആസ്പിറേറ്റഡ് എന്ന് പറയുന്നത് വിച്ച് ഇസ് പ്രൊനൗൺസ്ഡ് ഇൻ എ വെരി വിയറി ഇൻ എ വീക്ക് വേ. അൺആസ്പിറേറ്റഡ് എന്ന് വെച്ചാൽ വിച്ച് ഇസ് പ്രൊനൗൺസ്ഡ് ഇൻ എ വീക്ക് വേ, കുറച്ച് അതുപോലെ ഒരു എന്താ പറയും, എയറിന് അത്ര ഫോഴ്സിലൊന്നും അല്ല അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എയർ അത്രയും ഫോഴ്സിൽ പുറത്തേക്ക് റിലീസ് ആവില്ല. പ്രൊനൗൺസ്ഡ് ഇൻ എ വീക്ക് വേ, അതാണ് അൺആസ്പിറേറ്റഡ് സൗണ്ട്, വീക്ക് വേ. ആസ്പിറേറ്റഡും അൺആസ്പിറേറ്റഡും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻ ഇംഗ്ലീഷ് ആസ്പിറേറ്റഡ് ആൻഡ് അൺആസ്പിറേറ്റഡ് വോയിസ്ലെസ് പ്ലോസീവ് ഒക്കർ. വോയിസ്ഡും വോയിസ്ലെസ്സും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വോയിസ്ഡ് എന്ന് പറയുമ്പോൾ സൗണ്ട് റിലീസ്ഡ് വിത്ത് ഫ്രിക്ഷൻ, വിത്ത് എ വൈബ്രേഷൻ. ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കുലേറ്റേഴ്സ് തമ്മിൽ ക്ലോസ് ആവുകയും സൗണ്ട് പുറത്ത് പോകുന്ന സമയത്ത് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ ഒരു ഡിസ്റ്റർബൻസോട് കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ് നമുക്ക് വോയിസ്ഡ് എന്ന് പറയുന്നത്. വോയിസ്ലെസ് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് വോയിസ്ലെസ് സൗണ്ട്സ് ദ എയർ പാസസ് ഔട്ട് ദ മൗത്ത് വെരി ഫ്രീലി വിത്തൗട്ട് എനി ഫ്രിക്ഷൻ, ആണ് വോയിസ്ലെസ് സൗണ്ട് എന്ന് പറയുന്നത്. പ്ലോസീവിൻ്റെത് നമ്മൾ പറഞ്ഞു, പ്ലോസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് വളരെ ക്ലോസ് ആയിട്ട് വരും, അടുത്ത് വരും. ആക്റ്റീവ് ആർട്ടിക്കുലേറ്ററും പാസീവ് ആർട്ടിക്കുലേറ്ററും വളരെ ക്ലോസ് ആയിട്ട് വരും. ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് പുറത്ത് വരും വളരെ ഒരു പൊട്ടിത്തെറിയോട് കൂടിയിട്ട് ഒരു സഡൻ റിലീസ് ഓഫ് എയർ ആണ് പ്ലോസീവ് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ആസ്പിറേറ്റഡ് വോയിസ്ലെസ് പ്ലോസീവ് ഉണ്ട്, അൺആസ്പിറേറ്റഡ് വോയിസ്ലെസ് പ്ലോസീവ് ഉണ്ട്. ഇനി നമുക്ക് ആസ്പിറേറ്റഡ് അൺആസ്പിറേറ്റഡ് ആണ് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾസ്: ഇൻ പെൻ. ഈ പെൻ എന്നുള്ളതിൽ എന്നുള്ളത് വോയിസ്ലെസ് പ്ലോസീവാണ്. ഓക്കെ, വോയിസ്ലെസ് പ്ലോസീവാണ് എന്നുള്ള സൗണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ ഇനീഷ്യൽ സൗണ്ടാണ്, തുടക്കത്തിൽ വരുന്ന സൗണ്ടാണ്. ഇവിടെ
അപ്പോൾ നമ്മളവിടെ ഈ പ് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഫ ഫ തുടങ്ങുക പെൻ 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 എന്ന് പറയുമ്പോൾ ഒരു അപ്പിൻ്റെ കൂടെ തന്നെ ഒരു ഹ് പോലെ ഒരു സൗണ്ടും കൂടെ നമുക്കത് കുറച്ച് സ്ട്രെസ് കൊടുത്തിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. പെൻ പെൻ എന്ന് പറയുമ്പോൾ ഒരു ഹ് സൗണ്ട് നമുക്ക് പുറത്തേക്ക് കേൾക്കും. അതാണ് ഇവിടെ ഈ പ് സൗണ്ടിൻ്റെ വിതിൻ ബ്രാക്കറ്റിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പ് സൗണ്ടിൻ്റെ ഇവിടെ ഒരു ഹ് സൗണ്ട് കാണാൻ കാരണം അവിടെ ഒരു പഫ് ഓഫ് എയർ ഈ പ് എന്നുള്ള സൗണ്ടിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് വോളിയം കൂടുതലുള്ളൊരു പഫ് ഓഫ് എയർ കൂടെ റിലീസ് ചെയ്യാണ്. ഇറ്റ് ഈസ് ഹ് സൗണ്ട് ആസ് ഇൻ പെൻ. ഓക്കെ, ബട്ട് വാട്ട് അബൌട്ട് ഇൻ ദ കേസ് ഓഫ് സ്പോട്ട്? സ്പോട്ട്, ഈ സ്പോട്ട് എന്നുള്ളതിൽ പ് എന്ന് പറയുന്നത് ഇവിടുത്തെ സെക്കൻഡ് സൗണ്ടാണ്. സ് ആണ് ഇവിടെ ഇനീഷ്യൽ സൗണ്ട്. അപ്പം അതുകൊണ്ട് ഈ പ് എന്നുള്ള സൗണ്ടിന് ഇവിടെ നമ്മളൊരു സ്ട്രെസ് കൊടുക്കുന്ന ഒന്നുമില്ല. അതുകൊണ്ട് അത് ആസ്പിറേറ്റ് ചെയ്യുന്ന സ്പോട്ട്. അപ്പം ഈ സെൻറ്റൻസിൽ തന്നെ ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ് ഇറ്റ് ഈസ് ആസ്പിറേറ്റഡ്. P, this one is aspirated. But in the second word, P is anaspirated. Okay. അതേസമയം ഈ ടെൽ ഈ വേർഡ് ടെൽ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് എന്ന് പറയുന്നതും പ്ലോസീവ് ആണല്ലോ. പ് ബ് ട് ഡ് ക് ഗ ഇതാണ് നമ്മൾ പ്ലോസീവ് സൗണ്ട്. ഓക്കെ, അപ്പം ഈ ട് എന്നുള്ളത് പ്ലോസീവ് സൗണ്ടാണ്. ഇതിൽ ഈ ഫസ്റ്റ് വേർഡിൽ ടെൽ ഇസ് ദ ഇനീഷ്യൽ സൗണ്ട് ഹിയർ. അപ്പം ടെൽ ഒരു ഹ് സൗണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇനീഷ്യൽ സൗണ്ട് ആയതുകൊണ്ട് ഇവിടെ ഇത് ആസ്പിറേറ്റഡ് പ്ലോസീവ് ആണ്. ആസ്പിറേറ്റഡ് ഇതാണ് അല്ലോഫോൺസ് എന്ന് പറയുന്നത്. അല്ലോഫോണിക് വേരിയേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന വേരിയേഷൻ. അപ്പോൾ ഇവിടെ ഈ ട് എന്നുള്ള സൗണ്ട് ഇനീഷ്യൽ ഒരു വേർഡിൻ്റെ തുടക്കത്തിൽ വന്നപ്പോഴാണ് ഈ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള പ്ലോസീവ് ഇവിടെ വന്നത്. ആസ്പിറേറ്റഡ് പ്ലോസീവ് ഇവിടെ വന്നത്. അതേസമയത്ത് ഇനീഷ്യൽ അല്ല, സെക്കൻഡ് സൗണ്ട്. ഇപ്പോൾ സ്റ്റിൽ എന്ന് പറഞ്ഞപ്പോൾ ഈ ട് എന്നുള്ളതിന് ആസ്പിറേഷൻ ഇല്ല, അൺആസ്പിറേറ്റഡ് ആയി. ഇപ്പോൾ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടൊന്നും അല്ല അത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ളൊരു മാറ്റം. But the aspirated and unaspirated plosives do not occur in the same phonetic environment in English. ഓക്കെ, അപ്പോൾ ആസ്പിറേറ്റഡും അൺആസ്പിറേറ്റഡും ക്ലിയർ ആയല്ലോ. ഈ ആസ്പിറേറ്റഡ് സൗണ്ടും അൺആസ്പിറേറ്റഡ് സൗണ്ടും ഒരേ വേർഡിൽ തന്നെ ഒക്യുവർ ചെയ്യില്ല, ഒരുമിച്ച് അത് വരില്ല എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് ആസ്പിറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അൺആസ്പിറേറ്റഡ് ആയിരിക്കും. ഈ രണ്ട് സൗണ്ടും കൂടെ ഒരുമിച്ച് അൺആസ്പിറേറ്റഡ് പ്ലോസീവ് സൗണ്ട് ഒരുമിച്ച് വരില്ല എന്നാണ് പറയുന്നത്. The aspirated voiceless plosive occur initially. Aspirated voiceless plosive occur initially in a stressed syllable. Plosives occur. Aspirated പോയിൻ്റ് ഓർത്ത് വെക്കുക. ആസ്പിറേറ്റഡ് വോയിസ്ലെസ് പ്ലോസീവ് എപ്പോഴാണ് വരുന്നത്? ഇനീഷ്യലിയാണ്, ഒരു സ്ട്രെസ്ഡ് സിലബിളിൻ്റെ തുടക്കത്തിലാണ് വരുന്നത്. ഇനി സിലബിൾ എന്താണ് എന്നുള്ളത് നോക്കാം. സിലബിളൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിൽ സിലബിൾ വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. സിലബിൾ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് എ വേർഡാണ്, ഒരു വേർഡിൻ്റെ പാർട്ടാണ്. പാർട്ട് ഓഫ് എ വേർഡ്, പാർട്ട് ഓഫ് എ വേർഡ്. Syllable is a part of a word that contains, അതിൽ എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? That contains sound with one vowel. Sound with ബാക്കി ഇങ്ങോട്ട് എഴുതാണ്. one vowel. അപ്പോൾ what is a syllable? A syllable is a part of a word. ഒരു വേർഡിൻ്റെ പാർട്ടാണ്. ദാറ്റ് കണ്ടെയ്ൻസ് സൗണ്ട് വിത്ത് വൺ വവൽ. ഒരു വവൽ സൗണ്ട് അതിൽ അടങ്ങിയിരിക്കും. ഒരു സിലബിൾ എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടാകും? ഒരു വവൽ സൗണ്ട് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിലബിള് ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് വവൽ സൗണ്ടാണ്. നമ്പർ ഓഫ്
നമ്പർ ഓഫ് വവൽ സൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് vowels, not vowel letters, vowel sound എന്ന് പറയുന്നത് is equal to number of syllable. അതായത് ഒരു വേർഡിൽ എത്ര വവൽ സൗണ്ട് ഉണ്ടോ അതിനർത്ഥം ആ വേർഡിൽ അത്രയും സിലബിൾ ഉണ്ടെന്നുള്ളതാണ്. ഒരു വേർഡിൽ എത്ര വവൽ ഉണ്ടോ ആ വേർഡിൽ അത്രത്തോളം സിലബിൾ ഉണ്ട്. നമ്പർ ഓഫ് വവൽ സൗണ്ട് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സിലബിൾസ്. ഒരു വിത്ത് എക്സാമ്പിളോടുകൂടി പറയാം. അപ്പോൾ സിലബിൾ എന്ന് പറയുന്ന വേർഡ് തന്നെ നമുക്ക് എടുക്കാം. സിലബിൾ, ഇതിൽ സി എന്ന് പറയുമ്പോൾ ഇ എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ട് വരുന്നുണ്ട്. ഇവിടെ ലെറ്റർ വൈ ആണെങ്കിലും സൗണ്ട് എന്താണ്? ഇ ആണ്. പി എന്നുള്ള വവൽ വരുന്നുണ്ട്. പിന്നെ ആ എന്നുള്ള വവൽ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ബിൾ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്നുള്ള വവൽ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 2 3 വവൽ സൗണ്ടാണ്. വവൽ ലെറ്റർ നോക്കരുത്, ലെറ്ററിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല. വവൽ ലെറ്റേഴ്സ് നമുക്കറിയാം എ ഇ ഐ ഒ യു ഇങ്ങനെ 5 വവൽ ലെറ്റർ ആണുള്ളത്. പക്ഷെ 5 വവൽ ലെറ്റർ നോക്കിയിട്ടല്ല സിലബിൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ ലെറ്ററിൻ്റെ സൗണ്ട് നോക്കിയിട്ടാണ് എത്ര സിലബിൾ ഉണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഹിയർ 3 vowel sounds are here. C, E sound, la, a sound, pl sound. അപ്പം ദിസ് വേർഡ് ഹാസ് 3 syllable ഉണ്ട്. ഈ വേർഡിന് അപ്പോൾ എത്ര സിലബിൾ ഉണ്ട്? 3 സിലബിളാണ് ഉള്ളത്. അപ്പോൾ ഒരു സിലബിൾ, ഒരു വേർഡിൽ എത്ര സിലബിൾ ഉണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ സിലബിളിൽ, ആ വേർഡിലെ വവൽ സൗണ്ടാണ്. വവൽ സൗണ്ടിൻ്റെ എണ്ണം സിലബിളിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. ഓക്കെ. The aspirated voiceless plosive occur initially in a stressed syllable. ഓർത്ത് വെക്കുക, ആസ്പിറേറ്റഡ് വോയിസ്ലെസ് പ്ലോസീവ് എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? ഇനീഷ്യലി ആണ്, ഒരു സ്ട്രെസ്ഡ് സിലബിളിൻ്റെ തുടക്കത്തിലാണ് വോയിസ്ലെസ് പ്ലോസീവ് വരുന്നത്. ഫ, ഠ, ഹ് എന്നുള്ളൊരു സൗണ്ട് അതിൻ്റെ കൂടെ വരും. അതുകൊണ്ടാണ് അതിൻ്റെ സിമ്പിൾ നമ്മൾ ഫ ആണെന്നുണ്ടെങ്കിൽ മുകളിലൊരു എച്ച്, ഇനി ടി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു എച്ച്, ട്, ക ആണെങ്കിൽ ഒരു എച്ച്, ഇങ്ങനെ വരുന്നത്. ഓക്കെ. ഇനിയും അൺആസ്പിറേറ്റഡ് ആണെങ്കിൽ അത് എവിടെയാണ് ഒക്വയർ ചെയ്യുന്നത്? അൺആസ്പിറേറ്റഡ് വോയിസ്ലെസ് പ്ലോസീവ്സ് ഒക്വയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സ് ആൻഡ് ഇൻ അൺസ്ട്രെസ്ഡ് സിലബിൾസ്. സൗണ്ടിൻ്റെ അൺആസ്പിറേറ്റഡ് വോയിസ്ലെസ് പ്ലോസീവ് ആണെന്നുണ്ടെങ്കിൽ സ് എന്ന് പറയുന്ന സൗണ്ടിൻ്റെ തൊട്ട് പിറകെയാണ് വരുന്നത്. അതും അൺസ്ട്രെസ്ഡ് സിലബിൾ ആയിരിക്കും. Hence in English, the aspirated and unaspirated voiceless plosive occur in mutually exclusive predictable phonetic environments. If the unaspirated P is used in pen and aspirated in sport, the words may sound odd to native speakers' ears, but the meaning of the words will not change by any such substitution. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അലോഫോൺസിൻ്റെയും ഫൊണീമിൻ്റെയും ഇതിലുള്ള ഒരു മാറ്റമാണ്. ഫൊണീം എന്ന് പറയുമ്പോൾ ഒരു ഫൊണീം ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? വേർഡിൻ്റെ ഫുൾ കംപ്ലീറ്റ് മീനിങ് മാറും. അതേസമയം ഇൻ ദ കേസ് ഓഫ് അലോഫോണിക് വേരിയേഷൻ അത് സൗണ്ട് ഒരു നേറ്റീവ് സ്പീക്കേഴ്സിന്, ഇപ്പം നമ്മൾ പ് എന്ന് പറയേണ്ടടുത്ത് വെറും പെൻ, പെൻ എന്നുള്ളിടത്ത് വെറും പെൻ എന്ന് പറയുമ്പോൾ അത് നേറ്റീവ് സ്പീക്കേഴ്സിന് അതിൻ്റെ തമ്മിലുള്ള വേരിയേഷൻ മനസ്സിലാവും. പക്ഷേ നമ്മൾ അങ്ങനെയല്ലാതെ ആസ്പിറേറ്റഡ് പറയേണ്ടടുത്താണ് ആസ്പിറേറ്റഡ് പറഞ്ഞാലും വാട്ട് ഹാപ്പൻസ്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ മീനിങ്. ഓക്കെ, മീനിങ്ങിൽ ഒരു ചേഞ്ചും വരുന്നില്ല, സെയിം മീനിങ്. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അലോഫോൺസ് ആൻഡ് phoneme. Okay, phoneme has the capacity to change the meaning, but allophones, if there is a change in sound, there is no change in meaning. Then it can be said that the aspirated and unaspirated voiceless plosive are in a complementary distribution. Complementary distribution എന്ന് പറയുമ്പോൾ ഒരു സൗണ്ട് മറ്റേ സൗണ്ടിനെ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു സൗണ്ടിനനുസരിച്ചിട്ടാണ് മറ്റേ സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഒരു സൗണ്ടിൻ്റെ ഇപ്പോൾ നമ്മൾ പാക്ക്, പാർക്ക്, ഇപ്പോൾ നമ്മളവിടെ ലാസ്റ്റ് സൗണ്ട് എന്താണ് പലപ്പോഴും സൈലൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു സൗണ്ടിന് മുന്നേ വവൽ സൗണ്ടാണോ അല്ലെങ്കിൽ സൗണ്ടിന് ശേഷം വേറെ ഏത് സൗണ്ടാണോ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്, സൗണ്ട് മേ ചേഞ്ച്. ദെൻ the substitution of p for t or k will change the meaning of certain words in English. In the word spill, p occurs after s, spill. If we substitute t for p, we get still, which is an altogether different words in English. Similarly, if we substitute k for p in spell, we get still, which is again a different word. The substitution of p for p in spell does not alter the meaning of one word, whereas the substitution of t or k for p does change the meaning of certain വേർഡ്സ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും അവരവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞത് എന്താണ്, ഇപ്പോൾ ഒരു വേർഡ് ഇപ്പോൾ പ് എന്നുള്ള സ്ഥാനത്ത് പിറ്റ്, ഫോർ എക്സാമ്പിൾ പിറ്റ് എന്നുള്ളതാണ്, പിറ്റ്. ഓക്കെ, ആ പിറ്റ് എന്നുള്ളത് പ് ഒരു ഫണീം, ഈ വേറൊരു ഫണീം, ട് വേറൊരു ഫണീമാണ്. ഈ പിറ്റിന് പകരം നമ്മൾ കിറ്റ് എന്നെഴുതി, ഈ ഫസ്റ്റ് ഫൊണീമ മാറി. അപ്പോൾ എന്തായി, അവിടെ മീനിങ് തന്നെ മാറി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരു ഫൊണീമിനെ വേറൊരു ഫൊണീമുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുമ്പോൾ മീനിങ് അവിടെ ചേഞ്ച് ആയി. അതേസമയം അലോഫോൺസിൻ്റെ കേസിലാണെങ്കിൽ ആസ്പിരേറ്റഡ് ആയിട്ടുള്ള ഫ് എന്നുള്ളതിന് പകരം നമ്മൾ സാധാ ഫ് ആണ് പറഞ്ഞതെങ്കിലും എന്ത് സംഭവിക്കില്ല എന്നാൽ മീനിങ് ചേഞ്ച് ആവില്ല എന്നാണ് ഇവിടെ ഈ പാരഗ്രാഫ് ഫുള്ളും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേ വിൽ ഹാവ് ടു ബി കൺസിഡേർഡ് ആസ് ബിലോങ്ങിങ് ടു ദ ഡിഫറെൻറ്റ് ഫാമിലീസ് ഓർ 3 ഡിഫറെൻറ്റ് ഫൊണീംസ്. ഓക്കെ, ഇംഗ്ലീഷ് പ് ആൻഡ് പ് ക്യാൻ ബി ഒരു ആസ്പിരേറ്റഡ് പ് സൗണ്ടും അൺആസ്പിരേറ്റഡ് പ് സൗണ്ടും ഒരു ഫാമിലി ആയിട്ട് നമുക്ക് പറയാം, കാരണം മീനിങ് ചേഞ്ച് ആവില്ല. അതേസമയം ഫൊണീംസ്, ഓരോ ഫൊണീമും ഡിഫറെൻ്റ് ആണ്. ഓരോ ഫൊണീമും നമ്മൾ ഒരു സെയിം ഫാമിലിയാണെന്ന് പറയാൻ കഴിയില്ല. Let's consider a few more examples. The words bed, dead, fed, said, read, and read have 3 sounds each. The medial vowel represented by E or EA or I is the same in all the words, and the final consonant D is the same in all words. These words differ from each other in the initial consonant. The substitution of b in bed by d, f, s or v gives a different word each time, and therefore in English the consonant listed above belong to different phonemes. Okay, ഇവിടെ നോക്കിയാൽ നിങ്ങൾ ബെഡ്, ഡെഡ്, ഫെഡ്, സെഡ് ഇതിലൊക്കെ എഡ് 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 എന്ന് വരുന്നുണ്ട്. പക്ഷേ ഫസ്റ്റിലെ സൗണ്ട് ബ്, ഡ്, ഫ്, സ് അങ്ങനെയാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ലെറ്റർ നോക്കരുത്. ഫസ്റ്റിൽ ഇപ്പോൾ ബെഡ് എന്ന് പറയുമ്പോൾ ഇ മാത്രമേ ഉള്ളൂ, അത് എ സൗണ്ടാണ്. ഇവിടെ ഇ എ എന്നുണ്ട് ഡെഡ് എന്നുള്ളത്, പക്ഷേ അവിടെ 2 ലെറ്റർ ഉണ്ടെങ്കിലും അതിൻ്റെ സൗണ്ട് ഏത് മാത്രമാണ്, എ സൗണ്ടാണ്. അതുപോലെ സെഡ് എന്ന് പറയുന്നതിൽ എ ഐ ഉണ്ട്, പക്ഷേ എ ഐ എന്ന് 2 ലെറ്റർ ഉണ്ടെങ്കിലും അവിടെ സൗണ്ട് ഏതാണ്, എ എന്നുള്ള സൗണ്ടാണ്. അപ്പം സൗണ്ട് അവിടെ മാറുന്നില്ല, പക്ഷേ ഫസ്റ്റ് ഫൊണീമ മാറി. ബെഡും ഡെഡും ബ് ഫസ്റ്റ് വേർഡിലെ ഇനീഷ്യൽ സൗണ്ട് ആയിട്ടുള്ള ബ് ആണ്, സെക്കൻഡ് വേർഡിൽ ഇനീഷ്യൽ സൗണ്ട് ഡ് ആണ്. പക്ഷെ 2 ഫൊണീമും മാറി, അപ്പോൾ മീനിങ്ങും ടോട്ടലി ചേഞ്ച് ആയി. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഇൻ ദ സെറ്റ് ഓഫ് വേർഡ്സ് സീറ്റ്, സെറ്റ്, സെറ്റ്, സാറ്റ്, സോട്ട്, then suit and site, the initial and final consonants and t respectively are same. ഉണ്ടോ, സീറ്റ്. അപ്പോൾ ആദ്യത്തെ സൗണ്ട് ഈ പറഞ്ഞ വാക്കുകളിലെല്ലാം സീറ്റ്, സിറ്റ്, സെറ്റ്, സാറ്റ്, സോട്ട് ഇതിലൊക്കെ ഇനീഷ്യൽ എന്നാൽ തുടക്കത്തിലെ സൗണ്ടും അതിൻ്റെ ഫൈനൽ സൗണ്ടും സെയിം ആണ്. ഇനീഷ്യൽ കൺസണൻ്റ് ആൻഡ് ഫൈനൽ കൺസണൻ്റ് ആർ സെയിം. But what about the middle consonant? Middle sound എന്താണ്, ഡിഫറെൻ്റ്. One is E sound, seat, E. Another one is E, sit, E. Then another one is set, A. Sat, A. Sort, O. Suit, U.
ഇങ്ങനെ വോവൽ സൗണ്ടിൽ എന്തുണ്ട്, മാറ്റം വരുന്നുണ്ട്. അപ്പോഴും എന്താണ് അവിടെ മീനിങ് ചേഞ്ച് ആയി. ഓൾ ദ വേർഡ്സ് ബിഗിൻ വിത്ത് ദ വോയിസ്ലെസ് ആൽവിയോളർ ഫ്രിക്കേറ്റീവ്. അപ്പോൾ എല്ലാ സൗണ്ടും തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ സൗണ്ടിൻ്റെ വോയിസ്ലെസ് ആണ്. സ് എന്നുള്ള സൗണ്ടിൻ്റെ 3 ടൈം ലേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ് സൗണ്ടിൻ്റെ വോയിസ്ലെസ് ആണ്, ആൽവിയോളാർ ആണ്. ആൽവിയോളർ എന്ന് പറഞ്ഞാൽ നമ്മളെ ടീത്ത് റിഡ്ജ്. ആൽവിയോളാർ ആണ്, ഫ്രിക്കേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ 3 ടൈം ലേബൽ. ആൻഡ് എൻ വിത്ത് ദ വോയിസ്ലെസ് ആൽവിയോളർ പ്ലോസീവ്. അപ്പോൾ ഈ എല്ലാ വേർഡും തുടങ്ങുന്നത് വോയിസ്ലെസ് ആൽവിയോളർ ഫ്രിക്കേറ്റീവ് ആയിട്ടുള്ള സ് സൗണ്ട് കൊണ്ടും അവസാനിക്കുന്നത് വോയിസ്ലെസ് ആൽവിയോളർ പ്ലോസീവ് ആയിട്ടുള്ള ട് സൗണ്ട് കൊണ്ടുമാണ് അവസാനിക്കുന്നത്. These words differ from each other in the medial vowel sound represented by the letters E, A, I, E, A, O, R, O, O, U, I and I, G, H respectively. അപ്പോൾ ഇതിൽ സൗണ്ടിൽ ഡിഫറൻസ് വരുന്നത് മീഡിയൽ വവൽ സൗണ്ട് ആണ്. ഇനീഷ്യൽ സൗണ്ട് ഫൈനൽ സൗണ്ട് ആർ സെയിം, ബട്ട് മീഡിയൽ വവൽ സൗണ്ട് ചേഞ്ച് ചെയ്യുന്നു. The vowel sounds represented by the letters given above belong to different phonemes in English. The word spin and spun are distinguished from each other by the medial vowel sounds represented by the letters I and U. These vowel sounds belong to different phonemes in English. Okay, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അവർ റിപ്പീറ്റ് ചെയ്യാണ്. The words set, said and sell are distinguished from each other by the final consonant. ഉണ്ടോ, ഇതിലെല്ലാം ഫൈനൽ കൺസണൻറ്റിനാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് 3 ഡിഫറെൻറ്റ് ഫോണീംസ് ആണ്. We can identify the phonemes in a particular language by the existence of minimal pairs. മിനിമൽ പെയേഴ്സ് നോക്കിയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറുള്ളത് ഒരു ഫോണീം എന്താണെന്ന്. എ മിനിമൽ പെയർ is set of 2 words which from each other in one sound. നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ്, ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 2 വേർഡിൽ ഒരു സൗണ്ട് സെഗ്മെൻറ്റ് മാത്രം, ഒരു പെയർ ഓഫ് വേർഡ് അതിൽ ഒരു സൗണ്ട് സെഗ്മെൻറ്റ് മാത്രം ഡിഫർ ആവുന്നതിനെയാണ് മിനിമൽ പെയേഴ്സ് എന്ന് പറയുന്നത്. പിൻ, സ്പിൻ അല്ലെങ്കിൽ പിൻ, സ്പിൻ അത് മിനിമൽ പെയർ ആക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, ഒരു സൗണ്ട് സെഗ്മെൻറ്റ് മാത്രം വരുന്നത്. പിൻ, ബിൻ, പിൻ, ബിൻ. മീഡിയൽ സൗണ്ടും ഫൈനൽ സൗണ്ട് സെയിം ആണ്. ഈ ഇനീഷ്യൽ സൗണ്ട് ആയിട്ടുള്ള പേവും ബവും വേറെ വേറെയാണ്. അപ്പോൾ അത് ഒരു മിനിമൽ പെയർ ആണ്, മിനിമൽ പെയർ. From our analysis so far, we can say that a phoneme is a minimal distinctive sound unit of a language. By minimal, we mean that it cannot be subdivided. Divide ചെയ്യാൻ പറ്റില്ല. By distinctive, we mean that it has the potentiality of changing the meaning of a word. നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. A very important thing has to be remembered in this connection. Phonemes are language specific. The phonemic system of 2 languages may differ from each other in number of ways. അപ്പോൾ ഒരു ലാംഗ്വേജിൽ ഫോണേമിക് സിസ്റ്റം ആവണമെന്നില്ല വേറൊരു ലാംഗ്വേജിലേത്, അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, സൗണ്ടിൽ മാറ്റമുണ്ടായിരിക്കും. ഇനി ആസ്പിരേറ്റഡ് ആയിട്ടുള്ള ഫ ആൻഡ് അൺആസ്പിരേറ്റഡ് പ occur in English. Since they occur in predictable, mutually exclusive phonetic environment in this language, they are in complementary distribution. നമുക്കറിയാം ഒരു സൗണ്ട് മറ്റൊന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ എന്നുള്ളതും ആസ്പിരേറ്റഡ് ഫ സൗണ്ടും അൺആസ്പിരേറ്റഡ് ആയിട്ടുള്ള പ സൗണ്ടും എന്ത് തന്നെയാണ്, ഒരേ സൗണ്ട് അല്ലെങ്കിൽ ഒരു ഫോണീം ഗ്രൂപ്പിൽ വരുന്നത് തന്നെയാണ്. അതിൽ മീനിങ് ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ ചില സൗണ്ടുകൾ കോൺട്രാസ്റ്റ് ചെയ്യാറുണ്ട്. ഫ ആൻഡ് പ
contrast term. These two sounds therefore belong to two different phonemes in Hindi. Complementary distribution is not only the criterion for grouping sounds together into phonemes. അത് കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് മാത്രം സൗണ്ടുകളെ ഫൊണീമായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയ അല്ല എന്നാണ് പറയുന്നത്. രണ്ട് സൗണ്ടുകൾ ഇഫ് ദേ ഹാവ് ടു ബി ഗ്രൂപ്ഡ് ടുഗെദർ ഇൻറ്റു എ സിംഗിൾ ഫോണീം ഇൻ എ പെർട്ടിക്കുലർ ലാംഗ്വേജ്. അതായത് ഒരു ലാംഗ്വേജിൽ ഈ രണ്ട് സൗണ്ടിനെയും two sounds if they have to be grouped together ഒരുമിച്ച് ഇതിനെ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഇൻറ്റു എ സിംഗിൾ ഫോണീം, ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിൽ സിംഗിൾ ഫോണീമായിട്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൽ ഹാവ് ടു ബി ഇൻ കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഈച്ച് അതർ ആൻഡ് ദേ മസ്റ്റ് ഹാവ് കൺസിഡറബിൾ ഫോണറ്റിക് സിമിലാരിറ്റി. അപ്പോൾ ഒരു ഫോണീമിനെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് ക്രൈറ്റീരിയൻസ് വരുന്നുണ്ട്. ഒന്ന് കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, പിന്നെ കൺസിഡറബിൾ ഫോണറ്റിക് സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ വോയിസ്ലെസ് ഗ്ലോട്ടൽ ഫ്രിക്കേറ്റീവ് ഏത് സൗണ്ടാണ്? ഹ്. ഗ്ലോട്ടൽ ഹ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോട്ടിസിൽ നിന്നാണ്. വോക്കൽ കോഡ്സിൻ്റെ എൻഡിലാണല്ലോ ഗ്ലോട്ടിസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാവുന്ന ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് ഗ്ലോട്ടൽ എന്ന് പറയുന്നത്. ആൻഡ് വോയിസ്ഡ് വീലാർ നെയ്സൽ സൗണ്ട് ഡു നോട്ട് അക്വയർ ഇൻ ദ സെയിം ഫൊണറ്റിക് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഹ് സൗണ്ടും ന് സൗണ്ടും ഒരേ ഫൊണറ്റിക് എൻവയോൺമെൻറ്റിൽ വരില്ല. He can begin a word as hat, but n cannot. He cannot end a word. Do not be misled by the spelling, but n as in sing can occur in a word final position. In the word sing, two letters ng represent one sound. ഇവിടെ സിങ് എന്നുള്ളതിൽ എൻ അവിടെ ഉണ്ടെങ്കിലും അവിടെ ന് എന്നുള്ള പറയുന്ന സൗണ്ട് വരുന്നില്ല. നേസലായിട്ടുള്ള ങ്, എൻ ജി എന്ന് പറയുന്ന രണ്ട് ലെറ്റേഴ്സിനെയും ഒരുമിച്ച് ങ് എന്നുള്ള സൗണ്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് ഡിസിമിലർ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഹ് സൗണ്ടിനെയും ന് സൗണ്ടിനെയും നമുക്കൊരു ഗ്രൂപ്പിലാക്കിയിട്ട് പറയാം, ഒരു ഫോണീമിക് ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റില്ല. ഒന്ന് വോയിസ്ലെസ് ആണ്, അതർ വോയിസ്ഡ് ആണ്. ഓക്കെ, ഒന്ന് ഗ്ലോട്ടൽ സൗണ്ടാണ്. ഹ് എന്നുള്ളത് ഗ്ലോട്ടലാണ്, ങ് എന്നുള്ളത് വീലാറാണ്. ഒന്ന് ഫ്രിക്കേറ്റീവാണ്, ങ് സൗണ്ട് നേസിലാണ്. അതുകൊണ്ട് therefore we have to consider these two sounds, ഹ് എന്ന് പറയുന്ന സൗണ്ടും ന് എന്ന് പറയുന്ന സൗണ്ടും ഡിഫറെൻറ്റ് ഫോണീംസ് ഇൻ ഇംഗ്ലീഷ് ആണ്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദേ ആർ ഇൻ കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ. കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിലും രണ്ടും രണ്ട് ഫോണീമാണ്. അതിനൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് പെടുത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി ആസ്പിരേറ്റഡ് ഫ് ആൻഡ് അൺആസ്പിരേറ്റഡ് പ് എന്ന് പറയുന്നത് സെയിം ഫൊണീമാണ്, ഫൊണറ്റിക് ഗ്രൂപ്പിൽ പെടുത്താം. ആസ് വി ഹാവ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് അത് കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദേ ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് ഹാവിങ് കൺസിഡറബിൾ ഫൊണറ്റിക് സിമിലാരിറ്റി. രണ്ടും വോയിസ്ലെസ് ആയതുകൊണ്ടും രണ്ടും ബൈലേബിയൽ ആണെങ്കിലും ബോത്ത് പ്ലോസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് സിമിലാരിറ്റി, ഫൊണറ്റിക് സിമിലാരിറ്റി സെയിം ആണ്. The phonetic symbols should be enclosed within square brackets if they refer to the phonetic qualities of the sound. First, a phonetic symbol, and this symbol within square bracket refers to the sounds of phonetic qualities. അതായത് അലഫോണിക് വേരിയേഷൻസ് വരുന്ന അതൊരു സൗണ്ടിന് ഫൊണറ്റിക് ക്വാളിറ്റീസ് എല്ലാമുള്ള സൗണ്ടിനെ വിതിൻ ബ്രാക്കറ്റിലാണ് ഇടുന്നത്. ദെൻ ഇറ്റ് റെപ്രസെൻറ്റ് ഈ ഫ് എന്ന് പറയുന്ന ഈ സൗണ്ട് വോയിസ്ലെസ് ആണ്, ബൈലേബിയൽ ആണ്, പ്ലോസീവ് ആണ്. ഇറ്റ് ഡസ് നോട്ട് റെഫർ ടു എനി സൗണ്ട് ബിലോങ്ങിങ് ടു എനി പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഇറ്റ് റെഫേഴ്സ് ടു എ ജനറൽ ഫൊണറ്റിക് കാറ്റഗറി. Phonemic symbols, on the other hand, are enclosed within slant lanes. Phonemic symbolsനെ എങ്ങനെയാണ് പറയാറുള്ളത്? Phonemic enclosed with slant lanesൻ്റെ ഇടയിലിടും. We know that
P and P occur in English and they can be grouped together ഒരു സിംഗിൾ ഫോണീമായിട്ട് പറയാം. This phoneme can be symbolized P and this symbol is enclosed with the slant lines. This P and P in pin and the P in spin. ഇത് ഒക്കെ ഫണറ്റിക് ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തത് എന്താണ് എന്നുള്ള പറഞ്ഞത് ആസ്പിരേറ്റഡ് ആണ്, മറ്റേത് അൺആസ്പിരേറ്റഡ് ആണ്. അത് മാത്രമാണ് ഒരു ചേഞ്ച് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന മറ്റൊരു ഭാഗം അലോഫോണിക് വേരിയൻസ് ഫോർ ഇംഗ്ലീഷ് കൺസണൻറ്റ്. ഇംഗ്ലീഷ് കൺസണൻറ്റ് സൗണ്ടിൻ്റെ അലോഫോണിക് വേരിയേഷൻസ്, അലോഫോൺസിൽ വരുന്ന ചേഞ്ചസ് ആണ് കൺസണൻറ്റ് സൗണ്ടിൽ. ഫസ്റ്റ് വൺ, അലോഫോൺസ് ഓഫ് പ്ലോസീവ് കൺസണൻറ്റ്. പ്ലോസീവ് സൗണ്ടിൽ വരുന്ന allophones. Plosive take more effort to articulate than the other classes of sound, consonant sound. മറ്റ് കൺസണൻറ്റ് സൗണ്ട്സിനേക്കാളും കുറച്ചുകൂടെ എഫേർട്ട് വരുന്നതാണ് എന്ത്, പ്ലോസീവ്. കാരണം ഒരു സഡൻ റിലീസ് ഓഫ് എയർ ആണ്. കാരണം ഈ പ്ലോസീവ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. വായയിൽ നമ്മുടെ ഈ എന്താ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷന്, ഓർഗൻസ് ഓഫ് സ്പീച്ചിൽ ഒരുപാട് ഒബ്സ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് their allophones can be classified in the following categories. ഇങ്ങനെയൊക്കെയാണ് പ്ലോസീവ് കൺസണൻറ്റിൻ്റെ അലോഫോൺസ് വേരിയേഷൻസ് എങ്ങനെയൊക്കെയാണ് നോക്കാം. ഒന്ന് ആസ്പിരേറ്റഡ് ആണ്, മറ്റൊന്ന് അൺആസ്പിരേറ്റഡ്. ആസ്പിരേറ്റഡ് ആൻഡ് അൺആസ്പിരേറ്റഡ് വോയിസ്ലെസ് പ്ലോസീവ്സ്. ഈ പ് ട് ക എന്നുള്ളത് വോയിസ്ലെസ് പ്ലോസീവ്സ് ആണ്. The aspiration is an interval of air heard between the end of the plosive and the flowing vowel. It is represented by the symbol h. ഒരു ആസ്പിരേറ്റഡ് ആകുമ്പോൾ p, t, k നമ്മൾ പറയുമ്പോൾ ഒരു h സൗണ്ട് പുറത്ത് വരും. ഒൺലി വോയിസ്ലെസ് പ്ലോസീവ് മാത്രമാണ് ആസ്പിറേറ്റ് ചെയ്യുന്നത്. ആസ്പിറേഷൻ ചിലപ്പോൾ സ്ട്രോങ് ആവും, ചിലപ്പോൾ വീക്ക് ആവും. അത് ആ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ട് മാറാം. അപ്പോൾ സ്ട്രോങ് ആസ്പിറേഷൻ, വോയിസ്ലെസ് പ്ലോസീവ് ആർ സ്ട്രോങ്ലി ആസ്പിറേറ്റഡ്. ഇനീഷ്യൽ സ്ട്രെസ്ഡ് പൊസിഷൻ, അതായത് സ്ട്രോങ് ആയിട്ട് ആസ്പിറേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, അത് ഇനീഷ്യൽ സൗണ്ട് ആകുമ്പോഴാണ് സ്ട്രോങ് ആയിട്ട് ആസ്പിറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെൻ, പെൻ. ഓക്കെ, ദെൻ അതേസമയം അത് ഇനീഷ്യൽ സൗണ്ടിൽ വന്നപ്പോൾ ഇനി സ്ട്രെസ്സിൽ വരുമ്പോൾ ദെൻ പെറ്ററ്റോ, പെറ്ററ്റോ. അവിടെ പ് സൗണ്ടിന് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നില്ല. പെറ്റേറ്റോ, ട് സൗണ്ടിനാണ് ഇത് വരുന്നത്. നമ്മൾ പൊട്ടാറ്റോ എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇറ്റ്സ് നോട്ട് പൊട്ടാറ്റോ, ഇറ്റ് ഇസ് പെറ്റേറ്റോ. There are some exceptions we must consider. When p, t, k, aspirated p, t, k are preceded by s. For example, pain versus pain. Okay. Pain എന്ന് പറയുമ്പോൾ ആസ്പിറേറ്റഡ് ആണ്, സ്പെയിൻ എന്ന് പറയുമ്പോൾ അൺആസ്പിറേറ്റഡ് ആണ്. When they are followed by l, r, v, y, l sound, r sound, v sound, y sound. In this case, l, r, v, y are devoiced. അവിടെ സൗണ്ട് ഇല്ല അതിന്. ഫോർ എക്സാമ്പിൾ, പ്ലേ, പ്ലേ, ക്രൈ, ട്യൂൺ. അപ്പോൾ സൗണ്ടൊന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, ശരിക്ക് സൗണ്ട് ഇതാവുന്നില്ല, ഒരു വീക്കായിട്ടാണ് പറയുന്നത്. വീക്ക് ആസ്പിരേഷൻ, വോയിസ്ലെസ് പ്ലോസീവ്സ് ആർ വീക്കിലി ആസ്പിറേറ്റഡ്. അൺസ്ട്രെസ്ഡ് സിലബിൾ ആകുമ്പോൾ അത് വീക്കിലി ആസ്പിറേറ്റ് ചെയ്ത് ഫൈനൽ പൊസിഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പോട്ട്, പോട്ട്, ടുമോറോ. ഫൈനൽ പൊസിഷനൊക്കെ ആകുമ്പോൾ വീക്കിലി ആസ്പിറേറ്റഡ് ആണ്. ഇനി ഡിവോയ്സിങ് ഓഫ് വോയിസ്ഡ് പ്ലോസീവ്, അതായത് വോയിസ്ഡ് സൗണ്ടിൽ ഒരു ഡിവോയ്സിങ് വരികയാണ്. സൗണ്ട് അധികം പുറത്ത് കേൾക്കാതെ വരുന്ന സൗണ്ട്. വോയിസ്ഡ് പ്ലോസീവ്സ് ആർ ബ്, ഡ്, ഗ. When these voiced consonants are in final position and followed by silence, they normally lose their voicing, so they become devoiced. അതായത് ബ്, ഡ്, ഗ എന്ന് പറയുന്ന വോയിസ്ഡ് കൺസണൻറ്റ്
ഇത് ഫൈനൽ പൊസിഷനിലാണ്, ഒരു വേർഡിൻ്റെ ഫൈനലായിട്ടാണ് വരുന്നത് എങ്കിൽ ദേ നോർമലി ലോസ് ദെയർ വോയിസിങ്. ഫൈനലായിട്ട് വരുമ്പോൾ അത് സൈലൻ്റ് ആയിട്ട് പോവും, അപ്പോൾ അത് ഡിവോയ്സ്ഡ് ആവും. ഫോർ എക്സാമ്പിൾ, ദ ഫ്രേസ് എ ബ്ലാക്ക് ബാഗ് സൗണ്ട് സംതിങ് ലൈക്ക് എ ബ്ലാക്ക് ബാഗ്. ബാഗ് എന്ന് നമ്മൾ പറയുന്നില്ല, ബാഗ് ഒരു ക്ക് ആയിട്ട് പോകും. ദാറ്റ് ഈസ് ദ വോയിസ്ഡ് വീലാർ പ്ലോസീവ്. ഗ സൗണ്ട് എന്നുള്ളത് വോയിസ്ഡ് ആണ്, വീലാറാണ്, പ്ലോസീവ് ആണ്. നമ്മൾ സോഫ്റ്റ് പാലറ്റിലൊക്കെ തട്ടിയിട്ടാണ് ആ സൗണ്ട് ഉണ്ടാകുന്നത്. ഇത് വോയിസ്ലെസ് ആയിട്ട് മാറും, വോയിസ്ലെസ് വീലാറായിട്ടുള്ള ക്ക് സൗണ്ടായിട്ട് മാറും. കാരണം ഗ എന്ന് പറയുന്ന സൗണ്ടിന് അത് ഒരു വേർഡിൻ്റെ ലാസ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ ഗ എന്ന് പറയുന്ന സൗണ്ട് എന്ത് ചെയ്യും, അത് വോയിസ്ലെസ് ആയിട്ട് പോകും. അതുകൊണ്ട് അപ്പോൾ ഡിവോയ്സിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിളാണ് ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു 0 ഇത് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ മൈ ബാഗ്, ബാക്ക് എന്ന് കേൾക്കുന്നുള്ളൂ. ദിസ് ബോയ്, ഷീസ് സോ ഗുഡ്. അപ്പം അതൊക്കെ ഗുഡ്. ആ ഡ് മുഴുവനായിട്ട് ഇവിടെ കേൾക്കുന്നില്ല. ഷീസ് എന്നുള്ള സൗണ്ട് എന്താവും, സ് ആവും. ദെൻ നോൺ ഓഡിബിൾ റിലീസ് ഓഫ് പ്ലോസീവ്സ്. A plosive consonant is articulated in 3 stages. ഒരു പ്ലോസീവ് കൺസണൻറ്റ് സൗണ്ട് 3 സ്റ്റേജിലാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് ക്ലോഷർ സ്റ്റേജ്. ക്ലോഷർ സ്റ്റേജ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സും പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സും ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലോസ് ആയിട്ട് വരുന്നതാണ്, അപ്രോച്ച് ചെയ്യുന്നതാണ് ക്ലോഷർ സ്റ്റേജ്. സ്റ്റോപ്പ് സ്റ്റേജ് എന്ന് പറയുന്നത് ആർട്ടിക്കുലേറ്റേഴ്സ് ഫോം എ കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ. അതായത് ആർട്ടിക്കുലേറ്റേഴ്സ് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ഒരു ഒബ്സ്ട്രക്ഷന്, തടസ്സം വരികയും ഫ്രിക്ഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ റിലീസ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്രയും നേരം ഉള്ളിൽ പിടിച്ചു നിന്ന എയർ അബ്രപ്റ്റ്ലി പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നതാണ് റിലീസ് സ്റ്റേജ്. അപ്പോൾ തേർഡ് സ്റ്റേജ്, അത് റിലീസ് സ്റ്റേജ് ഡിഫറെൻറ്റ് വേസ് ഡിപ്പെൻഡിങ് ഓൺ ദ കൺസണൻ്റ് അനുസരിച്ചിട്ട് റിലീസ് സ്റ്റേജ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ ഒഡിബിൾ റിലീസ് ഓഫ് പ്ലോസീവ്സിൻ്റെ ഒഡിബിൾ ആയിട്ടുള്ള, നമുക്ക് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിലീസ്. ദിസ് ഹാപ്പൻസ് when the plosive is fully articulated and the sound is heard without any problem. The 3 stages of the articulation of the plosives are realized: closure, stop, and release. Okay. Then unreleased plosive, അതായത് ഒരു പ്ലോസീവ് ഏതൊക്കെ, പ്, ട്, ക്, ബ, ഡ്, ഗ. ഈ പ്ലോസീവ് വേറൊരു പ്ലോസീവ് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ, പ്ലോസീവോ അല്ലെങ്കിൽ ആഫ്രിക്കേറ്റോ, ഇത് ച് എന്ന് പറയുന്ന സൗണ്ട് അല്ലെങ്കിൽ ജ് എന്നോ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ആദ്യത്തെ പ്ലോസീവ് അൺറിലീസ്ഡ് ആയിരിക്കും. അതായത് ഫസ്റ്റ് പ്ലോസീവിൻ്റെ സൗണ്ട് നമ്മൾ ശരിക്കത് കേൾക്കില്ല, ആദ്യത്തെ പ്ലോസീവിൻ്റെ സൗണ്ട്. ഓക്കെ. പിന്നെ നെയ്സൽ റിലീസ് ഓഫ് പ്ലോസീവ്. ഈ നെയ്സൽ റിലീസ് ഓഫ് പ്ലോസീവ് നടക്കുന്നത് പ്ലോസീവ് സൗണ്ട് എങ്ങനെ, ഒരു ഹോമോ ഓർഗാനിക് മീൻസ് ദാറ്റ് ദേ ഷെയർ ദ സെയിം പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ. ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ ആർട്ടിക്കുലേറ്റേഴ്സ് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരേ ആർട്ടിക്കുലേറ്റേഴ്സാണ് അതിൽ ഇൻവോൾവ് ആവുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന നെയ്സൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ ലേറ്ററൽ റിലീസ് ഓഫ് പ്ലോസീവ്സ്. The release of the plosives is produced laterally when t or d are followed by l. Other variants in British and American English are glottal stop and tap. പ്ലോസീവ് സൗണ്ട് അത് വെൻ ട് ഓർ ഡി, ലിന് ശേഷം ട് ഓർ ഡി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് ലാറ്ററലി ആവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഗ്ലോട്ടൽ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ
ഊ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഗ്ലോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന സൗണ്ട്. ദ ഗ്ലോട്ടൽ സ്റ്റോപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് പോലത്തെയുള്ള ഈ സിമ്പിൾ. അപ്പോൾ വോയിസ്ലെസ് ഓറൽ പ്ലോസീവ്. വോയിസ്ലെസ് പ്ലോസീവ് നമുക്ക് ഈ ഫൈനൽ പൊസിഷൻ, ഒരു സിലബിളിൻ്റെ ഫൈനൽ പൊസിഷനിൽ വരുന്ന സൗണ്ട് ആണെങ്കിൽ അത് ഈ ഗ്ലോട്ടൽ സ്റ്റോപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ബെറ്റർ ബിറ്റ് ഓഫ് ബട്ടർ, അതിൽ കണ്ടോ ബെറ്റർ. ബെറ്റർ അവിടെ ആർ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല, സൈലൻ്റ് ആയിപ്പോയി. ബെറ്റർ ബെറ്റർ. ദെൻ ബിറ്റ് ഓഫ്, ബെറ്റർ ബിറ്റ് ഓഫ് ബട്ടർ. അതിൽ ഗ്ലോട്ടൽ സ്റ്റോപ്പുകളാണ് നമുക്കവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൊടുക്കുന്ന സമയത്ത്, പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് പല സൗണ്ടും എന്താണ്, സൈലൻ്റ് ആണ്. ദെൻ ടാപ്പ്. ടാപ്പ് എന്താ നോക്കാം. അമേരിക്കൻ ഇംഗ്ലീഷിൽ ആൽവിയോളാർ പ്ലോസീവ് ആയിട്ടുള്ള ട്യൂം ഡൂം, കാരണം നമ്മൾ ടീത്ത് റിഡ്ജ് ടച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ ടങ്, ഈ ട്യൂം ഡൂം പറയുന്ന സമയത്ത്. അപ്പോൾ ഇതാ റീപ്ലേസ്ഡ് ബൈ അൻ ആൽവിയോളാർ ടാപ്പ്. ടാപ്പ് എന്നുള്ളതിൻ്റെ സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെൻ ദ ബിറ്റ്വീൻ വോവൽസ്, ഈ വോവൽ സൗണ്ടിൻ്റെ ഇടയിൽ ഈ ആൽവിയോളാർ ടാപ്പ് വരികയാണെങ്കിൽ ഫസ്റ്റ് വോവൽ സൗണ്ട് ആയിരിക്കും എന്ത്, നോർമലി സ്ട്രെസ് ചെയ്യുന്നത്. ഇപ്പം ലേഡി, ഫസ്റ്റ് ആ ലേഡി എന്നുള്ളതിൽ ആണ് അവിടുത്തെ ഫസ്റ്റ്, അല്ല ഫസ്റ്റ് വോവൽ സൗണ്ട് എന്ന് വരുന്നത് എ സൗണ്ടാണ് അവിടുത്തെ വോവൽ സൗണ്ട്. അപ്പോൾ സ്ട്രെസ് കൊടുക്കുന്ന ലേഡി, എ. അതുപോലെ തന്നെ റൈഡർ, ഐ എന്നുള്ള ആ സിലബിളിനാണ് സ്ട്രെസ് കൊടുക്കുന്നത്. ദെൻ ഡിവോയ്സിങ് ഓഫ് ദ വോയിസ്ഡ് ഫ്രിക്കേറ്റീവ്സ്. വോയിസ്ഡ് ആയിട്ടുള്ള പ്ലോസീവിൻ്റെ പോലെ വോയിസ്ഡ് ഫ്രിക്കേറ്റീവ്സും. ഏതൊക്കെയാണ് ഫ്രിക്കേറ്റീവ് സൗണ്ട് എന്ന് പറയുന്നത്? വ് സൗണ്ട്, ദ സൗണ്ട്, സ്, ഇതൊക്കെ ഫൈനൽ പൊസിഷനിൽ വരികയാണെങ്കിൽ ദ നോർമലി ലോസ് ദെയർ വോയിസിങ്. ഫൈനൽ പൊസിഷനിൽ ഇത് വരുമ്പോൾ അതിൻ്റെ സൗണ്ട് നോർമലി സൈലൻ്റ് ആവും. യുവർ ഐസ്, യുവർ ഐസ്, യുവർ ഐസ്. ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല, ഐസ് ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ. ആൻഡ് ബ്രീത്ത്. ഓക്കെ, അതവിടെ വോയിസ്ലെസ് ആയി പോകും. ഇനി ഡിവോയ്സിങ് ഓഫ് ദ വോയിസ്ഡ് ആഫ്രിക്കേറ്റ്. വോയിസ്ഡ് പ്ലോസീവിൻ്റെയും വോയിസ്ഡ് ഫ്രിക്കേറ്റീവ്സിൻ്റെയും പോലെ വോയിസ്ഡ് ആയിട്ടുള്ള ആഫ്രിക്കേറ്റ് ആണ് ജി സൗണ്ട്. ഇത് ഫൈനൽ പൊസിഷനിൽ വരികയും അത് ഫോളോഡ് ബൈ സൈലൻസ് ഇറ്റ്സ് നോർമലി ലോസസ് ഇറ്റ്സ് ഡിവോയ്സിങ്. ഇനി അലോഫോൺസ് ഓഫ് നെയ്സൽ കൺസണൻറ്റ്. നെയ്സൽ സൗണ്ടിൽ വരുമ്പോൾ ഉള്ള അലോഫോണിക് വേരിയേഷനാണ്. The alveolar nasal sound is affected by the consonant that follows it. It tends to take the place of articulation of the consonant that follows. We have the following three allophones for this consonant. N followed by bilabial consonant. N എന്ന് പറയുന്നത് ബൈലേബിയൽ കൺസണൻറ്റ് ഫോളോ ചെയ്ത് വരും. അതായത് ബൈലേബിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് ലിപ്സും കൂടെ ഇൻവോൾവ് ആവുന്നതാണ് ബൈലേബിയൽ. അപ്പോൾ ഇൻ പാർട്ട് എന്നുള്ളത് അത് എങ്ങനെ വരും? ഇംപാർട്ട് എന്നാവും. അതുപോലെ ന് ഫോളോഡ് ബൈ, ന് എന്നുള്ള സൗണ്ടിന് ശേഷം വീലാർ കൺസണൻറ്റ് വരികയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് വീല കൺസണൻ്റ് ആണ് ന് സൗണ്ടിന് ശേഷം വരുന്നതെങ്കിൽ എന്താവും? ഇൻകോമ. Then followed by a dental consonant, it becomes dental. In theory. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഓക്കെ, ദെൻ അതുപോലെ സിലബിക് എൻ. സിലബിക് കൺസണൻ്റ് ഒക്യുർ ചെയ്യുന്നത് അൺസ്ട്രെസ്ഡ് സിലബിളാണ്. അതായത് അൺസ്ട്രെസ്ഡ് വവലായിട്ടുള്ള സൗണ്ട്
അത് സൗണ്ടിന് ശേഷം എൻ വരികയാണെങ്കിൽ അവിടെ വോവൽ സൗണ്ടായിട്ടുള്ള സൗണ്ട് എന്ത് ചെയ്യില്ല, അത് കേൾക്കില്ല, അത് സിലബിക്കാം. ദ സിമ്പിൾ ഫോർ ദിസ് അലോഫോൺസ് ഓഫ് ന്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കേൾക്കാതെ വരുമ്പോൾ ആ സൗണ്ടിൻ്റെ സിമ്പിൾ വരുന്നതാണ് ന് സൗണ്ടിൻ്റെ താഴെ ഒരു ലൈൻ ഹെവൻ, ഹെവൻ. അപ്പോൾ അതവിടെ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ നോക്കിയേ, ഈ എ സൗണ്ട് അവിടെ ഇല്ല, ഹെവൻ, ഹെവൻ എന്നാകുന്നുള്ളൂ. മിഷൻ, 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 ഷൻ എന്നേ വരുന്നുള്ളൂ. Then lateral consonant sound. The lateral phoneme in English has the following allophones: clear and dark L. Clear and dark L. Clear and dark L എന്ന് വെച്ചാൽ അത് ഖ് സൗണ്ട്, ക്ലിയർ എന്നുള്ളതിൽ ഫസ്റ്റ് ഖ് സൗണ്ട് ആണല്ലോ, ഖ് അത് ഇനീഷ്യൽ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ക്ലിയർ എൽ എന്ന് പറയുമ്പോൾ ടങ്ക് റേസ് ചെയ്യുന്നു, ആ സൗണ്ട് റേസ് ചെയ്യുമ്പോൾ എന്താണത്, ഹാഡ് പാലറ്റിലേക്കാണത് റേസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ എൽ ഒക്കേഴ്സ് ല് ഈസ് ഫോളോഡ് ബൈ എ വവൽസ് ഓർ യു സൗണ്ട്. ഒരു ല് എന്ന് പറയുന്ന സൗണ്ട് ഏതെങ്കിലും വവൽ സൗണ്ടോ അല്ലെങ്കിൽ യു സൗണ്ടോ വരികയാണെങ്കിൽ ടങ്ക് എവിടെ റേസ് ചെയ്യും, ഹാഡ് പാലറ്റിൽ തട്ടും. അപ്പോൾ അത് ലോസ്റ്റ്, ലോസ്, ഫീൽ, അങ്ങനെ വരുന്നതാണ് ക്ലിയർ സൗണ്ട്. അതുപോലെ ഡാർക്ക് എൽ, എൽ എന്ന് പറയുന്നത് ലേറ്ററൽ സൗണ്ടാണ്. അപ്പോൾ ഒരു സൗണ്ടിൻ്റെ ഫൈനൽ പൊസിഷനിൽ വരികയോ അതെല്ലാം ഈ സൗണ്ടോ അല്ല വേറെ ഏതെങ്കിലും അതല്ലാത്ത ഈ അല്ലാത്ത വേറെ കൺസണൻറ്റ് സൗണ്ടോ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, ബാക്ക് ഓഫ് ദി ടങ്ക് അങ്ങോട്ട് ചെയ്യും, സോഫ്റ്റ് പാലറ്റിലേക്ക് ടച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്ന സൗണ്ടാണ് ഡാർക്ക് എൽ എന്ന് പറയുന്നത്. അപ്പോൾ ദ ല് ഇൻ വേർഡ്സ് ലൈക്ക് ലോസ്റ്റ് ആൻഡ് ഫീൽ, ലോസ്റ്റ് ആൻഡ് ഫീൽ സൗണ്ട് ഡിഫറെൻറ്റ്. ദ ല് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദീസ് വേർഡ്സ് ആൻഡ് ദ ല് അറ്റ് ദ എൻഡ് ഓഫ് ദീസ് വേർഡ്സ് രണ്ടും ഡിഫറെൻറ്റ് സൗണ്ടാണ്. കാരണം ദ ലേറ്ററൽ ഫൊണീം ഇസ് ക്ലിയർ, ആൽവിയോളാർ when followed by a vocoid, അതായത് ഈ സൗണ്ട് പ്രൊഡ്യൂസ് ഇത് വരുമ്പോൾ ഇറ്റ് ഈസ് ഡാർക്ക് ഇൻ എനി അതർ പൊസിഷൻ. എ ക്ലിയർ ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് ദ സിമ്പിൾ. ക്ലിയർ എൽ ആണെങ്കിൽ വിതിൻ ബ്രാക്കറ്റിലുള്ള സൗണ്ടും, ഡാർക്ക് എൽ ആണെങ്കിൽ ഉണ്ടെങ്കിൽ ആ എൽ സൗണ്ടിന് മുകളിൽ ഒരു ചെറിയ എന്തോ ചിഹ്നം പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി സിലബിക് വൺ. Syllabic consonants occur only in unstressed syllable in English. When the unstressed vowel is followed by l in the same syllable, the vowel is not heard. Okay. Lateral consonant അപ്പോൾ syllable ആവും. Cattle, k sound aspirated ആവും. Then allophones of approximant consonant. അപ്രോക്സിമൻസ് എന്ന് പറയുന്ന സൗണ്ടുകൾ ഏതൊക്കെയാണ്, റ് സൗണ്ട്, യ് സൗണ്ട്, വ് സൗണ്ട്. ആ ഡിവോയിസ്ഡ് ആണ്, ഫോളോയിങ് എ വോയിസ്ലെസ് പ്ലോസീവ് ഇൻ ഇനീഷ്യൽ സ്ട്രെസ്ഡ് പൊസിഷൻ. ദീസ് വോയിസ്ഡ് അപ്രോക്സിമൻസ് ആർ റെപ്രസെൻറ്റഡ് വിത്ത് സിംപിൾസ്. ട്രൈ, ക്വീൻ. അപ്പോൾ ആ സൗണ്ട് വളരെ അത്ര വോയിസ്ഡ് ആയിട്ടല്ല കേൾക്കുന്നത്, സൗണ്ട് ഉണ്ടാവില്ല അതിന്. അപ്പോൾ അത് കാണിക്കാനാണ് റ് സൗണ്ട്, ഈ സൗണ്ടിൻ്റെയൊക്കെ അവിടെ ജസ്റ്റ് ഒരു റൗണ്ട് ഒരു ബോൾ ലൈക്ക് സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ദീസ് ആർ ദ അലോഫോണിക് വേരിയേഷൻസ് ഇൻ കൺസണൻറ്റ് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ്. എല്ലാം നമ്മൾ പറഞ്ഞു പോയി, വിത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം, എന്നാലേ ഇതൊന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. ഒറ്റ തവണ വായിച്ചത് കൊണ്ട് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ്. സോ ആദ്യം നിങ്ങൾ ഫൊണീം എന്താണെന്ന് മനസ്സിലാക്കണം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഫൊണീം, ദെൻ വാട്ട് ഈസ് ദ അലോഫോൺസ്. ദെൻ ഫൊണീം എന്ന് പറയുമ്പോൾ രണ്ട് മിനിമം ഡിസ്റ്റിങ്റ്റീവ് സൗണ്ട് യൂണിറ്റ് ആണ്. രണ്ടും ഫൊണീംസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മീനിങ് മാറും. അലോഫോൺസ് ആസ്പിറേറ്റഡ്, പ്ലോസീവ്, അൺആസ്പിറേറ്റഡ് ഉണ്ട്. ഈ ആസ്പിറേറ്റഡ് സൗണ്ടും അൺആസ്പിറേറ്റഡ് സൗണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താലും മീനിങ്ങിനൊന്നും മാറ്റം സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ അലോഫോൺസ് എന്ന് പറയുന്നത് ഇതാണ്, വേരിയേഷൻ ഓഫ് സ്പീച്ച് സൗണ്ടാണ് അലോഫോൺസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു.
ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും യൂണിറ്റിൽ കൺസണൻറ്റ് ക്ലസ്റ്റേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനും വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ യൂണിറ്റ്, ഈ ഭാഗം നന്നായിട്ട് വായിക്കാൻ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രിൻറ്റഡ് മെറ്റീരിയൽസ് പലതവണ വായിച്ചത് മനസ്സിൽ കാര്യങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട്, ഇത്രയും എടുത്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്, we will discuss on what is consonant clusters, then how to form these clusters, and then how to transcribe the words and phonetics എന്നുള്ളതും we will deal with in the next class. Okay. Thank you all.